ഹലോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ടൂർ വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരല്ലെങ്കിലും ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹോം ടൂർ ഒന്ന് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് വീടാണ്, RC ഒന്നുമല്ല കേട്ടോ, ഓടിട്ട വീടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ RC വീട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാള്, കിച്ചൺ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഞങ്ങളുടെ പാലക്കാട് ഭാഷയിലായിട്ടുള്ള ഉള്ളിത്തിണ്ണ, കോലായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്താ ഇങ്ങനത്തെ ഭാഷ ആരും ചോദിക്കരുത്. ഞങ്ങളുടെ പാലക്കാട്ടിൽ അങ്ങനെ പറയാം കേട്ടോ. ഇത് നമ്മൾ കോലായി എന്നൊക്കെ പറയാം. അപ്പോൾ ആ രീതിയിലേക്ക് ഞാൻ പറയാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് മതിൽ പോർഷൻ കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ കുറേ ടട്ടിൽ മീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മുറ്റത്തേക്കാട്ടോ. ഞങ്ങളുടെ മുറ്റം ഇവിടെയൊക്കെ ഇനി മെഴുകിയിട്ടില്ല. അപ്പോൾ 2 മാസം കൊണ്ട് കഴിഞ്ഞിട്ട് മുറ്റം കംപ്ലീറ്റ് മെഴുകും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവരും വിചാരിക്കും എന്താ വീട്ടിൽ മഴ പെയ്താണോ എന്ന് ചോദിക്കും. മഴ പെയ്തല്ല കേട്ടോ, ഞാൻ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് നനച്ച് വിട്ടതാണ് മോട്ടോർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഗാർഡൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും കുറേശ്ശെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്. പിന്നെ സ്പെഷ്യലി എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി കേട്ടോ. ഞാൻ കുറേ വെച്ചിട്ട് കുറേ കാലങ്ങളായി, വർഷമായിട്ടുണ്ടാവും, 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് അതൊന്ന് പൂത്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഓടിച്ച് വിടുന്നേ ഉള്ളൂ. ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയിലൊക്കെ കുറേ പേർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഗാർഡൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓടിച്ച് പോകാം കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. നമ്മുടെ കുറേ കളക്ഷൻസ് ഉണ്ട്. കുറേയൊക്കെ പോയി, പിന്നെ കുറേയൊക്കെ ഇപ്പോഴാണെന്ന് ചെടിയൊക്കെ നനച്ചു കൊടുത്ത് നോക്കുന്നത്. ഇപ്പം കണ്ടില്ല, ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നതാണ് എൻ്റെ വണ്ടി. അപ്പം നമ്മളിനി നേരെ കയറി പോണത് നമ്മുടെ കോലായി കേട്ടോ. ഇത് ഞങ്ങൾ പാലക്കാട്ടിൽ കോലായി എന്നൊക്കെയാണ് പറയാം. റൂമൊന്നും കണ്ടിട്ട് ആരും പേടിക്കരുത്, ഞങ്ങൾ വൃത്തിയാക്കി തോന്നിട്ട് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രണ്ടിലെ ആൾക്കാരൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയ സോഫയും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ടേബിൾ ഉണ്ട് ഇവിടെ, നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. പിന്നെ തൊട്ട് കാണുന്ന സെപ്പറേറ്റ് ഒരു റൂമാട്ടോ ഇത്. ഇതിനകത്ത് നമ്മുടെ അച്ഛൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അമ്മ ചെറിയ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ ഐറ്റംസ് ആട്ടോ. ഇത് സോപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിങ്ക് ഞാൻ താഴത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിലെല്ലാം വരുന്നത് കാണാം കേട്ടോ. അത് ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. അതിനകത്ത് സൂപ്പർ മാർക്കറ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നതാണ് ഉള്ളിത്തിണ്ണ. ഇതാണ് ഉള്ളിത്തിണ്ണ കേട്ടോ. നമ്മൾ ഉള്ളിത്തിണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ RC വീടൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാള് എന്നൊക്കെ പറയും. അതേപോലെ ഞങ്ങളുടെ ഹാളാണിത് കേട്ടോ. ഞങ്ങളതിനെ ഉള്ളിത്തിണ്ണ എന്ന് പറയും. ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. TV കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു റൂമാട്ടോ. അത് നമ്മുടെ 2 കൈയും വിരിച്ചാൽ 2 ചുമലിൽ മുട്ടും, ആ രീതിയിലാണ്. ഇനി നമുക്ക് നേരെ ഫസ്റ്റുള്ള റൂമിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ അച്ഛനും അമ്മയും കിടക്കുന്ന റൂം കേട്ടോ. 2 കെട്ടിലിട്ട് അച്ഛനും അമ്മയും പണക്കത്തിലാണെന്ന് വിചാരിക്കരുത്. അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തല്ല, അച്ഛനും അമ്മയും ഇവിടെയാണ് കിടക്കുന്നത്. ചെറിയൊരു സാഹചര്യം കാരണം നമ്മൾക്ക് ഇവിടെ ഒരു കട്ടിലൂടെ ഇടേണ്ടി വന്നു കേട്ടോ. കട്ടിലൂടെ എണ്ണം കൂടുതൽ, ആൾക്കാർ കുറവാണെങ്കിലും കട്ടിലിൻ്റെ എണ്ണം കൂടുതലാട്ടോ, ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇത് TV കാണാനും ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. TV ഒക്കെ കാണുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാണാം, കിടന്ന് കാണും, ഇരുന്ന് കാണും. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നടുറൂമാട്ടോ. നടുറൂം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയൊരു കുഞ്ഞു റൂമാണ്. നമ്മളുടെ പൂജാ റൂം പോലെയൊക്കെയാണ് പൂജാ റൂം. പിന്നെ ഞങ്ങളുടെ അലമാര, അതുപോലെ ചെറിയ യൂട്ടിലിറ്റീസൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ മൈക്കിൻ്റെ ബോക്സ് ഉണ്ട്, അലമാരയുണ്ട്. അലമാരയിൽ കുറേ ക്യാമറ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ എണ്ണയും തുണിയൊക്കെ എൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കച്ചറ കേട്ടോ. ഞാൻ അയൺ ചെയ്തിട്ടില്ല, പൂപ്പ് മാത്രം അയൺ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് പൂജാ റൂം സൈഡിലുണ്ട്. നേരത്തെ സെൻറ്ററിലായിരുന്നു. ഈ അലമാര വേറെ എവിടെയും കയറാത്തതുകൊണ്ട് ഇവിടെ കയറ്റിയിട്ടുകൊണ്ട് നമ്മുടെ പൂജാ റൂമും സൈഡിലേക്ക് ഒതുക്കേണ്ടി വന്നു. ഇനി നമ്മൾ നേരെ പോണത് എൻ്റെ റൂമിലേക്ക് കേട്ടോ. ആരും കണ്ട് പേടിക്കരുത്. ഇതാണ് എൻ്റെ റൂം. എൻ്റെ ഫാന് ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കിടക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അച്ചമ്മ കിടന്നിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അച്ചമ്മ മരിച്ചതുകൊണ്ട് അപ്പോൾ അത് ചുമ്മാ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ട്രൈപോഡും കാര്യങ്ങളും കീബോർഡും മൗസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് എൻ്റെ ബെഡാണിത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വേഗം ഒന്ന് കുടഞ്ഞ് വിരിച്ചതാട്ടോ. പിന്നെ എൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നേരെ പോണത് കിച്ചണിലേക്ക് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കിച്ചൺ. കണ്ടില്ലേ,
ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കും കേട്ടോ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം വെച്ചിരിക്കും കേട്ടോ. നമ്മൾ പുതിയ ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്, ചില്ലൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ചുമ്മാ കരിയൊക്കെ ആയിരുന്നു ചുറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും പോർഷൻ ഞാനൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ കറി വെച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കൂർക്കയാണ് കേട്ടോ രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ. നമ്മുടെ അടുക്കള ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജുണ്ട് ഇവിടെ, ചെറിയൊരു അലമാര ഉണ്ട്. ഫ്രിഡ്ജൊക്കെ തുറക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചാമ്പയ്ക്കുണ്ട്. ലൈവ് നമ്മുടെ അലമാരയുണ്ട്. അലമാരയിൽ നമ്മളുടെ മല്ലിപ്പൊടി മുളക് പൊടി സാമാനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു ചെറിയൊരു അലമാരയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് നമ്മൾ നേരത്തെ നമ്മളുടെ അടുക്കള വന്നിട്ട് ഇവിടെ തൊട്ട് ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നില്ല, ഈ ജനൽ വെച്ചിട്ടില്ലേ, ഇവിടെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വാതിൽ. നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അടുക്കള എപ്പോഴും നമ്മുടെ കിഴക്ക് ഭാഗം അവിടെയാണ് കേട്ടോ സൂര്യൻ ഉദിക്കുന്നത്. അപ്പം ആ ഭാഗത്തേക്കാണ് അടുപ്പ് നിൽക്കുള്ളൂ. അങ്ങോട്ട് നോക്കിയിട്ട് വേണം അടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് അടുക്കള വെച്ചിട്ട് അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ അടുക്കള സെറ്റാക്കി. നേരത്തെ ഇവിടെ ആയിരുന്നു, ഇവിടെ മൊത്തം തെല്ല് തിട്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് ഇവിടെ ഡോറ് വെച്ചു. ഇത് നമ്മുടെ സ്ഥലം, നമ്മളെ മുരുക്ക് ചുറ്റുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും, മുരുക്ക് ചുറ്റുന്ന പഴയ വീട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ മുരുക്ക് ചുറ്റേണ്ടതും കാര്യങ്ങളൊക്കെ അവിടെയാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതിവിടെ കുറേ അലമാരുണ്ട്. നമ്മുടെ പാത്രങ്ങളൊക്കെ അതിലാണ് വെച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും കുപ്പിയുടെയും ഗ്ലാസ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സിങ്ക്, ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പാത്രം കഴുകുന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്ഥലമാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ആ സ്ഥലങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോട്ടെ. പാത്രം കഴുകുന്ന വീഡിയോ ഒക്കെ അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞ് ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, കുഞ്ഞ് ടാങ്ക്. പലതും കാണാൻ പറ്റും. അത്രേ മീൻ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്നുണ്ട്. കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തു പോയിട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? അതുണ്ട് കേട്ടോ. അങ്ങനെ പുറകോട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഫുൾ ഹോം ടൂർ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. ഫേസ്ബുക്കിനകത്തൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, നമുക്ക് നമ്മുടെ വീഡിയോക്കാരും ലൈക്ക് അടിക്കുന്നില്ല, അതുപോലെ കമൻറ്റ് അടിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ. നമ്മളിവിടെ നല്ല നല്ല വീഡിയോസൊക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.